നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രം 1202 ചിങ്ങം മുതൽ 1203 ചിങ്ങം വരെയുള്ള പൂയം നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ വർഷഫലമാണ് പറയുന്നത്. 1202 ചിങ്ങമാസം മുതൽ 1203 ചിങ്ങമാസം വരെയുള്ള കാലയളവിൽ കർക്കിടകക്കൂറിൽ ഉൾപ്പെടുന്ന പൂയം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളും അനുകൂലമായ മാറ്റങ്ങളും നിറഞ്ഞ വർഷമായിരിക്കും ഇത്. കർമ്മ രംഗത്ത് വളർച്ചയും സാമ്പത്തികമായി വലിയ സ്ഥിരതയും കൈവരിക്കാനാകും പൂയം നക്ഷത്രക്കാർക്ക്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല ഫലങ്ങൾ ഭാഗ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ഇനി കാലയളവ് തിരിച്ചുള്ള വിപുലമായ ഗുണവും ദോഷവുമായ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. 1202 വർഷത്തിൻ്റെ ആരംഭം, അതായത് ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൊഴിൽ രംഗത്തും കുടുംബത്തിലും വലിയ ആശ്വാസവും സമാധാനവും കൈവരും എന്നുള്ളതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി അവസരങ്ങളും പ്രമോഷനുകളും സാമ്പത്തിക ലാഭവും ലഭിക്കും. അതുപോലെ തന്നെ കടബാധ്യതകൾ കുറയ്ക്കാനും പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കാനും സാധിക്കും. കുടുംബ സൗഖ്യവും ബന്ധുജനങ്ങളുടെ പൂർണ്ണ സഹകരണവും ഉണ്ടാകുമെന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് അമിത ക്ഷീണവും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ചിന്തകൾ കാരണം മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് വിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ് വളർച്ചയും ഉണ്ടാകുന്ന സുപ്രധാന കാലഘട്ടമായിരിക്കും ഇത്. അതുപോലെ തന്നെ വ്യാപാര വാണിജ്യ മേഖലയിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭവും ബിസിനസ് വിപുലീകരണവും സാധ്യമാകും. സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും പുതിയ വസ്തുവോ വാഹനമോ വാങ്ങാൻ യോഗമുണ്ടാവുകയും ചെയ്യും. പൂയം നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും ഉന്നത വിജയങ്ങൾ നേടാനും സാധിക്കും. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ പൂയം നക്ഷത്രജാതർക്കുള്ള ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ചെലവും ആവശ്യമായി വരാം. ചിലപ്പോൾ അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടേണ്ടി വരും. വികാര വിചാരങ്ങൾക്ക് അടിമപ്പെടാതെ സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ ദോഷവശങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതെയാക്കുവാൻ കഴിയും. പൂയം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം കുംഭം, മീനം, മേടം മാസങ്ങൾ സാമൂഹികമായ അംഗീകാരങ്ങളും പുതിയ വ്യക്തിബന്ധങ്ങളും സ്ഥാപിക്കാൻ അനുയോജ്യമായ സമയമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യതയും പദവിയും വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ആഗ്രഹിച്ച വിവാഹ ബന്ധങ്ങൾ ഉറപ്പിലാക്കാൻ അവസരമുണ്ടാകും. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള അനുഗ്രഹവും ഉണ്ടാകും.
കുംഭം, മീനം, മേടം മാസങ്ങളിൽ പൂയം നക്ഷത്ര ജാതരുടെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ജോലിഭാരം കാരണം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പരിധിവരെ ഈ ദോഷഫലങ്ങൾ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇടവം, മിഥുനം, കർക്കിടകം, 1203 ആണ്ട് ചിങ്ങം, ഈ സമയം അതായത് വർഷ അവസാനമാണ്. വർഷ അവസാനത്തോട് കാര്യ തടസ്സങ്ങൾ മാറി ദീർഘകാല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ്. ആത്മീയ കാര്യങ്ങളിലും ധർമ്മപ്രവൃത്തികളിലും സജീവമായി പങ്കെടുക്കും. ദീർഘകാലമായി കാത്തിരുന്ന പ്രോജക്റ്റുകളും പദ്ധതികളും പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള അനുഗ്രഹവും ഭാഗ്യവും വന്നു ചേരുന്ന സമയം കൂടിയിട്ടാണിത്. യാത്രകളിൽ വസ്തുവകകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ പൂയം നക്ഷത്രക്കാരുടെ ദോഷഫലങ്ങളിൽ ഒന്നാണിത്. യാത്രകളിൽ വസ്തുവകകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതുപോലെ സുഹൃത്തുക്കളുമായുള്ള സാമ്പത്തിക കാര്യങ്ങൾ വളരെ വ്യക്തത പുലർത്തണം. അപരിചിതരിൽ അമിത വിശ്വാസം അർപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധിവരെ ഈ ദോഷവശങ്ങൾ മാറ്റിയെടുക്കുവാൻ കഴിയും. അതുപോലെ പൂയം നക്ഷത്രക്കാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾ വളരെ ശ്രദ്ധയോടെ എഴുതണം. പൊതുരംഗത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പൂർണ്ണതയിൽ കൊണ്ടുവരും. മുൻ കടങ്ങൾ കൊടുത്തു തീർക്കുന്നതാണ്. അതായത് നേരത്തെയുള്ള കടങ്ങൾ കൊടുത്തു തീർക്കാൻ കഴിയും. സാമ്പത്തിക നില വളരെ മെച്ചപ്പെടുന്ന സമയമാണിത്. പൂർവിക സ്വത്തുകൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നില വളരെ മെച്ചപ്പെടുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നും സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കും. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ആക്ഷേപങ്ങളും അപവാദങ്ങളും കേൾക്കുവാനിടയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും സഹായം കൂടുതലായി ലഭിക്കും. കടുംപിടുത്തം കൊണ്ട് ദോഷങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. മാതൃഗുണം കൂടും. കുടുംബ പ്രശ്നം മൂലം മനസ്സ് ചില സമയങ്ങളിൽ അസ്വസ്ഥമാകും. പിതൃക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഈ വർഷത്തെ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നായിരിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും ധനസഹായം ഉണ്ടാകുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും. മാതാപിതാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെ വളരെയധികം വിഷമസ്ഥരാക്കും. യാത്രാവേളകൾ വളരെ ശ്രദ്ധയോടെ ആവണം. വിഘ്നേശ്വര പ്രീതി നേടുന്നത് കൂടുതൽ ഗുണകരമാണ്. കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലുണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. വ്യവഹാരങ്ങളിൽ വിജയമുണ്ട്. ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്നുള്ളതാണ്. കുടുംബത്തിൽ പരിപാലിക്കപ്പെടേണ്ടവരുടെ എണ്ണം വർദ്ധിക്കും. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. കുടുംബത്തിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സഹോദരങ്ങളുമായി യോജിച്ചു പോകുവാൻ ചിലപ്പോൾ പ്രയാസമുണ്ടായെന്ന് വന്നേക്കാം. അമിത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. മുൻകോപം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ ആരോഗ്യനില മെച്ചമായിരിക്കും. അന്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യം വർദ്ധിക്കും. വർഷത്തിന്റെ മധ്യ കാലഘട്ടത്തിൽ സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുക. വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകുന്ന മനസ്സാണ് നിങ്ങളുടേത്. അതൊരു പക്ഷേ തർക്കത്തിനോ വഴക്കുകൾക്കോ കാരണമായി മാറിയേക്കാം. വാഹനയോഗം, ഗൃഹമാറ്റം എന്നിവയ്ക്ക് ഇട കാണുന്നുണ്ട്. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ധനം വളരെയൊന്നും വാരി ചിലവാക്കാതെ ഇരിക്കുക. വരവോ ചിലവ് പൊരുത്തപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ജീവിക്കുക.
മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സംസാരം കഴിവതും ഒഴിവാക്കണം. കോടതി കേസുകളിൽ പ്രതീക്ഷിച്ച വിജയം ഉറപ്പായും ഉണ്ടാകും. കുടുംബത്തിൽ മംഗള കർമ്മത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തമ ദോഷ പരിഹാരങ്ങൾ. പൂയം ശനിയുടെ നക്ഷത്രമാകയാൽ ശനിയാഴ്ചകളിൽ ശനിദേവന് എള്ളുതിരി കത്തിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും സർവ ദോഷങ്ങളും മാറുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല അർച്ചനയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുന്നത് ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം കത്തിക്കുന്നതും എള്ളുപായസം അതുപോലെ തന്നെ എള്ളുകിഴി കത്തിക്കുക തുടങ്ങിയവ ചെയ്യുന്നതിലൂടെ ഐശ്വര്യവും സർവകാര്യ വിജയവും പൂയം നക്ഷത്ര ജാതരിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ വിജയങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരനിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.